മാരുതിയുടെയും അല്ലാത്തതുമായ ഒരുപാട് യൂസ്ഡ് കാറുകളുടെ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് വീഡിയോയിൽ കൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് കൊയിലാണ്ടി ആനക്കുളത്തുള്ള ഒരു യൂസ്ഡ് കാറിൻ്റെ ഷോപ്പിലാണുള്ളത്. അനവധി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരുപാട് കാറുകൾ, നിരവധി കാറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പർ സൈഡിലും അപ്പർ സൈഡിലായിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളിവിടുത്തെ ചേട്ടനോട് ചോദിച്ചറിയാം. ഇവിടുത്തെ സെയിൽസ്മാനെ കാണണം. അപ്പോൾ അതിനുശേഷം നമ്മളിവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് വീഡിയോ നമ്മുടെ ചാനൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ട്രൂവാലിയുള്ള സെയിൽസ്മാനെ അടുത്ത് നമ്മളൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ഹായ് ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോരോ സൈഡിൽ തന്നെ വണ്ടി നമുക്ക് തുടങ്ങാം. ഇതേതാ മോഡൽ വണ്ടി? 2016 മോഡൽ ഐറ്റം ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ. ഓക്കെ, ചോദിക്കുന്നത് പക്ഷേ നെഗോഷ്യബിൾ ആണ്. കിലോമീറ്റർ 80,000 1.2 ആണ്. ഫിനാൻസ് നമ്മൾ 90% നമുക്ക് ഫിനാൻസ് ചെയ്യും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. 90% അടുത്ത വണ്ടി മിക്സാണ്. 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 4.10 ചോദ്യം വരുന്നത്. 390 വണ്ടി ലാസ്റ്റ് നമുക്ക് തരാൻ പറ്റും. സെയിം അതിന് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് മാക്സിമം ലോൺ നമ്മൾ ചെയ്യുന്നു. മിഡിൽ ലക്ഷം വണ്ടിയാണ്. 2014 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 1 lakh above വണ്ടി ഓടിയിട്ടുണ്ട്. CNG ആണ് അല്ലെ? പെട്രോൾ ഉള്ള വണ്ടിയാണ്. റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ആസ്കിങ് വരുന്നത് 1.65 നമ്മൾ ചെയ്യുന്നത്. ഒരു 1.50 അറേഞ്ച്. നിങ്ങളിപ്പോൾ പറയുന്ന ഈ റേറ്റിൽ എത്ര ശതമാനം കുറച്ച് കൊടുക്കും? ഏകദേശം എമൗണ്ട് നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. നമുക്ക് മാക്സിമം നമ്മൾ പൈസ കുറച്ചാണ് വണ്ടി കൊടുക്കും. 10 മോഡലാണ്. ഓണർഷിപ്പ് തേർഡുണ്ട്. 1 lakh വണ്ടി ഓടിയിട്ടുണ്ട്. ഈ ഇയറിൽ 9ാം മാസം നമുക്ക് റിന്യൂവൽ വരുന്നുണ്ട്. വണ്ടി നമുക്കൊരു 1.50 1.60 അറേഞ്ചിൽ ചെയ്ത് കൊടുക്കാം. നിലവിൽ ഇവിടെ വണ്ടിക്കൊക്കെ ഇൻഷുറും കാര്യങ്ങളൊക്കെ എല്ലാ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആയിരിക്കും. നമ്മൾ RC ഒക്കെ നമ്മളെ റെസ്പോൺസിബിൾ പ്രകാരമാണ് നമ്മൾ RC ഒക്കെ. പിന്നെ വരുന്നത് ബൈക്ക് വണ്ടി അപ്പുറത്തുണ്ട്. ഇത് 2019 ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 44 ഓടിയ വണ്ടിയാണ്. ഒരു 5.4 അറേഞ്ച് നമുക്ക് ആസ്കിങ് വരുന്നത്. 1.2 ആണ്. ഇതാണെങ്കിൽ ഇത് 1000 cc ആണ്. അത് 1 ലിറ്റർ ആണ്. 1 ലിറ്റർ. ഇത് പുതിയ മോഡൽ. പിന്നെ അടുത്ത് വരുന്നത് 21 മോഡലാണ്. 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 ലിറ്റർ ആണ് വണ്ടി. സിംഗിൾ RC ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഇതൊരു 5.65 ചോദിക്കുന്നത്. ഒരു 5.45 റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഫുൾ എക്സസൈസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. അടുത്ത വണ്ടി 2015 സെക്കൻഡ് ഓണർഷിപ്പ് ഡിസയറാണ്. സ്വിഫ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 67 കിലോമീറ്റർ വണ്ടി ഓടിയത്. നമ്മൾ ആസ്കിങ് വരുന്നത് 4.30 ചോദിക്കുന്നത്. ഒരു 4.40 റേഞ്ചിലൊക്കെ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് മാക്സിമം ലോൺ കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സ് നമ്മളെല്ലാ വണ്ടികളും ഒരു 90% നമുക്ക് ലോൺ അവൈലബിൾ. മാരുതിയുടെ വണ്ടിയാണ് കൂടുതൽ നമുക്ക് നോൺ മാരുതി എക്സ്ചേഞ്ച് വരുന്ന വണ്ടിയാണ്. നമുക്ക് 90% നമുക്ക് എക്സ്ചേഞ്ച് വണ്ടികളാണ്. 2018 സിയാസ് ആട്ടോ വണ്ടി. നമ്മൾ എക്സ്ട്രാ കാറ്റഗറിയിൽ വരുമ്പോൾ ഡെൽറ്റ, സിഗ്മ, ആൽഫ ഈ റേഞ്ചിലാണ് പേര് നെയിം വരുന്നത്. കുറച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികൾ ഇവിടെ കളക്ഷൻസ് ഉണ്ട്. ഇത് നമുക്കൊരു 7.5 ആ റേഞ്ചിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ 23 ഓടി. 23,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. 2000 എത്ര മോഡൽ? ഇത് 2018 മോഡൽ. ഏരിയ പറയുന്നത് അടുത്ത് വാഗണാർ. 2022 മോഡലാണ്. ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ. 44,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. സിംഗിൾ ഓണർഷിപ്പ്. ഒരു 6.10 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. എക്സ്പ്രസോ 2021 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഉണ്ട്. 28 വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മളൊരു 4.30 ആസ്കിങ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോണും പാസ്സാണ്. ഓക്കെ. അടുത്തൊരു ബലനാണ്. ബലന എത്ര മോഡൽ? ഇത് 2018 ഡെൽറ്റ ഓപ്ഷൻ. ഡെൽറ്റ ഓപ്ഷൻ ആണ്.
50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 620 ലാസ്റ്റ് പ്രൈസാ. ആ, അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് നമ്മളിപ്പോ ഇവിടെ കൊയിലാണ്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മാസം. കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എൻക്വയറീസ് ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കുളം സിൽക്ക് ബസാറാണ്. ആനക്കുളത്തിന് നിയർ, അതിന്റെ നടുവിലാണ്. ആനക്കുളം പാലക്കുളത്തിന്റെ സെന്ററിൽ അതായത് സിൽക്ക് ബസാർ, മൂടാടി സിൽക്ക് ബസാർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇത് എർട്ടിക എത്ര മോഡല്? എത്ര? 2020 മോഡൽ ZSI ഓപ്ഷൻ വണ്ടിയാണ്. 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വാറണ്ടി ഉള്ള വണ്ടിയാണ്. നമ്മൾ നേരത്തെ കാണിച്ച ഒരു കുറച്ച് വണ്ടികൾ വാറണ്ടി പറയാത്ത വണ്ടികളുണ്ട്. വാറണ്ടി കൊടുക്കാറുണ്ട്. ഭാരതിന്റെ റൂൾ പ്രകാരം 7 years ഉള്ള വണ്ടിക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 4 year ഉള്ള വണ്ടിക്ക് നമുക്ക് 1 year-ഉം 7 year ഉള്ള വണ്ടിക്ക് നമുക്ക് 6 മാസം വാറണ്ടി വിത്ത് 3 പൈസ. മെക്കാനിക്കലി ഉണ്ടോ അല്ലെങ്കിൽ എല്ലാ രീതിയിലും വാറണ്ടി കൊടുക്കും? എല്ലാ വാറണ്ടി. ഇനി അടുത്ത വണ്ടി വരുന്നത് ബലേനാണ്. അടുത്ത റെഡ് ZSI സിംഗിൾ ഓണർഷിപ്പ് 34,000 ഒരു 10,400 ചോദിക്കുന്നത്. 10 ലക്ഷം രൂപ കേട്ടോ. ഇത് ബലേനോ? ബല 2018 മോഡലാണ്. 2018 മോഡൽ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിന് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കുന്നതാണ്. ഇനിയുണ്ട്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി? 55,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. 2018. ഏറ്റവും ടോപ്പിന് നേരെ താഴത്തുണ്ട്. ഏറ്റവും ടോപ്പാണ് സീറ്റ് വരുന്നത്. ഏറ്റവും ടോപ്പ് ആൽഫയാണ്. ആൽഫിന് നേരെ താഴെയുള്ള ഓപ്ഷനാണ് സെക്കൻഡ് ഓപ്ഷൻ. ഒരു 640 റേഞ്ചിലാണ് ചോദിക്കുന്നത്. ഒരു 615 റേഞ്ച് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം, ഫൈനലി കൊടുക്കാം. ഫിനാൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കും? നമ്മൾ തന്നെ ചെയ്തു. അപ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടത്? ഏകദേശം നമുക്ക് ബലേനൊക്കെ 40-50 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. ഒരു 5 ലക്ഷം രൂപ വണ്ടിക്ക് ഒരു 1.5 ലക്ഷം വരെ 1 ലക്ഷം രൂപ കൊടുത്താലും ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ഇത് 2012 മോഡൽ ആൾട്ടോ LXI ഓപ്ഷൻ വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ ഇത് ക്ലീനാണ്. ഒരു 1.4 ലക്ഷം വണ്ടി കൊടുക്കാം. 1.4 ലക്ഷത്തിന്. 12 ആണെന്ന് 2 കൊല്ലം ഫിനാൻസ് ചെയ്തു. 2 കൊല്ലം ഫിനാൻസ് ഉള്ള വണ്ടി, 1.4 ലക്ഷത്തിനുള്ള വണ്ടിയാണ് ആൾട്ടോ. പിന്നെ 2000 എത്ര മോഡലാ? 2012 മോഡൽ വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളിലുള്ള വണ്ടിയാണ്. എന്നാലും 1.4 ലക്ഷത്തിന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പൈസ തന്നെയാണ്. പിന്നെ ആർക്കും വാങ്ങിക്കാൻ പറ്റുന്നൊരു പൈസ തന്നെയാണത്. 2023 മോഡൽ കേട്ടനാണ്. മാരുതിയിൽ നമുക്ക് ആൾട്ടോ നിർത്തിയതിന് ശേഷം കേട്ടനാണ് പറയുന്നത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് 2023. 17,000 കിലോമീറ്റർ വണ്ടി ഓടി സിംഗിൾ ഓണർഷിപ്പാണ്. ഒരു 460 ആസ്കിങ് വരുന്നത്. 440 ലാസ്റ്റ് കൊടുക്കാം. അടുത്തത് ആൾട്ടോ 2021 മോഡലാണ്. 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 23,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ്. ഇതിപ്പോൾ 360 റേഞ്ചിൽ ആസ്കിങ് വരുന്നത്. ഒരു 385 പോകും വണ്ടി കിട്ടും. അടുത്ത വന്ന ബ്രസ ഡീസലാണ്. ബ്രസ ഡീസൽ 17 BDയാണ്. സെക്കൻഡ് ഓപ്ഷൻ ആട്ടോ വണ്ടി. BDയാണ്. 160 ഓടിയിട്ടുണ്ട്. ഒരു 6.3 റേഞ്ചിലാണ് ആസ്കിങ് വരുന്നത്. നെഗോഷ്യബിളാണ്. നെഗോഷ്യബിളാണ്. മാക്സിമം ലോണും അവൈലബിൾ ആണ്. ഒരുവിധം നമ്മൾ അത്ര ഫിൽട്രേറ്റാണ് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലോൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യും. മോഡലാണ് എക്സ്പ്രസ് ആണ് മാരുതിൻ്റെ. ഒരു മിനി XUV വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. എത്ര കിലോമീറ്റർ വരുന്നത്? കിലോമീറ്റർ 17,000. കുറഞ്ഞ കിലോമീറ്റർ. ഇതൊരു 480 റേഞ്ചിൽ ആസ്കിങ് വരും. മാക്സിമം ലോണും പാസ്സാണ്. ഇപ്പോഴാണ് സിംഗിൾ ഓണർഷിപ്പാണ്. 77,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു 360 റേഞ്ചിൽ ആസ്കിങ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 360 ആസ്കിങ്. നെഗോഷ്യബിൾ ആണ്. ലോണും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും RC കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അല്ല, 8% ഇൻഷൂർ ഇപ്പോൾ ഇല്ലെങ്കിൽ ചെയ്തു നമ്മൾ ചെയ്തു കൊടുക്കും. ഇൻഷുറൻസ് ചെയ്തെടുത്ത് നമ്മൾ RC നമ്മളെങ്ങനെ മാറിക്കൊടുക്കുന്നത് എല്ലാം ചെയ്തു തരും. ഗൈസ്, ഇത് എവിടെയാ കറക്റ്റ് വരുന്നത് വെച്ചാൽ പിന്നെ കൊയിലാണ്ടിൽ നിന്ന് വരുമ്പോൾ ആനക്കുളം കഴിഞ്ഞ് സിൽക്ക് ബസാർ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലാണ് ട്രൂ വാലിയുടെ ഈ ഷോപ്പ്, അതായത് മെഗാ യൂസ്ഡ് കാർമേള എന്നുള്ള ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അനവധി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടുത്തെ സെയിൽസ് മാനേജറെ നമ്മൾ കണ്ട് സംസാരിച്ച് ഏതൊക്കെ വണ്ടികളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ മോഡൽ വണ്ടികളാണ്, എത്ര പ്രൈസ് ഉണ്ട്,
ഇതാണ് ട്രൂ വാലിയിലുള്ള വാഹനങ്ങളുടെ കളക്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അറിയാൻ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ 10-30 വണ്ടികളാണ്. പക്ഷേ അവരെല്ലാ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തെടുക്കുന്ന വണ്ടികളാണ്. അല്ലാണ്ട് പിന്നെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള കാര്യങ്ങളിലുള്ള വണ്ടികളൊന്നുമല്ല. എല്ലാം നീറ്റഡ് ക്ലീൻ വണ്ടികളാണ്. ഇത് ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് മഴ പെയ്തപ്പോൾ കുറച്ച് അവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്ന് ഫ്ലവർ വന്ന് വീണതാണ്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാ വണ്ടികളും പിന്നെ യൂസ്ഡ് വണ്ടികളാണെങ്കിലും കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെറിയ പ്രൈസിൽ വാഹനങ്ങൾ സ്വന്തമാക്കാം. ആ വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് പ്രോ ഫ്ലോ.